ഇടുക്കിയിലെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇടുക്കി രൂപത. സർക്കാർ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഇടുക്കി രൂപത വൈദിക സമിതി പ്രമേയം പാസാക്കി. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ വീട്ടിൽ രൂപത ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നേൽ സന്ദർശനം നടത്തി. സർക്കാർ നിസ്സംഗ മനോഭാവം സ്വീകരിക്കുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാനാണ് രൂപതയുടെ തീരുമാനം. ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുകയാണ്. ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത കാട്ടുന്നു. കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട് മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണ്. ജില്ലയിൽ വനംവകുപ്പ് സ്വീകരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധമാണെന്നും ഇടുക്കി രൂപത പ്രമേയത്തിലൂടെ പറയുന്നു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് സജീവമാകുമെന്നും രൂപത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ വീട് സന്ദർശിച്ച് മടങ്ങവേ ഇടുക്കി രൂപത മെത്രാൻ ജോൺ നെല്ലിക്കുന്നേലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിൻ്റെ മലയോര മേഖലകളും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ തോട്ടം മേഖലകളും വലിയ വന്യമൃഗ ശല്യത്തിൻ്റെ ഭീഷണിയിലാണ്. ഇത് മനുഷ്യരുടെ ജീവൽ പ്രശ്നമാണ്. ആ ജീവൽ പ്രശ്നമായ കാര്യങ്ങളിൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ സമരരംഗത്ത് മുന്നോട്ട് പോകും. ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട സർക്കാർ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുവാനും ഉള്ള നിഷ്ക്രിയത്വം അതിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇക്കാര്യം സർക്കാരുകൾ മറന്നുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ നിയമത്തിൽ പോലും മാറ്റം വരുത്താൻ ഇരു സർക്കാരുകളും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, ഇടുക്കി.